SFIയുടെ സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് കൂടിയുണ്ട്. സഞ്ജീവ്, വാഗ്ദാനം പാലിക്കാൻ കഴിഞ്ഞില്ല, 712 കോടിയുടെ ബാധ്യത ഉണ്ടാകും. പക്ഷേ വില കുത്തനെ കൂട്ടുന്നു. വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്ന് 10 രൂപയിൽ നിന്ന് 110 രൂപയാക്കുന്നു. അത് പ്രശ്നമാണോ? വാഗ്ദാനങ്ങൾ സ്ത്രീകൾക്ക് സൗജന്യം നൽകുകയല്ലേ? അതെ, വാഗ്ദാനങ്ങൾ പെരുമഴയായി വന്നിറങ്ങിയിരുന്നു. പക്ഷെ സർക്കാർ വന്നതിന് ശേഷം കൊടും വരൾച്ചയാണ് ഈ നല്ല മഴയിലും. അപ്പോൾ അതാണ് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ആ നിലയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് സർവത്ര മേഖലയിലും. ഇവിടെ KSRTCയുടെ കാര്യം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് 10 രൂപയിൽ നിന്ന് 110 എത്തുന്നു എന്നുള്ളതാണ്. അതിന് പലവിധ വിതരണവാദങ്ങളുമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ ഇത് കേവലം നമ്മൾ കേരളത്തിലെമ്പാടും എടുത്ത് പരിശോധിക്കുമ്പോൾ രണ്ടു ഭാഗമായിട്ട് എടുത്ത് കാണുമ്പോൾ KSRTCകൾ കൂടുതൽ ഓടുന്ന ജില്ലകളാണ് തെക്കൻ ജില്ലകൾ. എന്നാൽ വടക്കൻ ജില്ലകളിൽ KSRTC അധികമില്ല. കൂടുതലും സ്വകാര്യ ബസ്സുകളെയാണ് ആശ്രയിക്കാറ്. ഇങ്ങനെ വർദ്ധിപ്പിക്കുന്നതോടുകൂടി സ്റ്റുഡൻസ് പാസ് KSRTCയിൽ വർദ്ധിപ്പിക്കുന്നതോടുകൂടി കേവലം KSRTCയുടെ മാത്രം ഒരു പ്രശ്നമായോ അല്ലെങ്കിൽ കുട്ടികളുടെ ആ ഒരു വിഭാഗത്തിന് മാത്രം പ്രശ്നമായിട്ടല്ല ഇത് മാറുക. ഇത് സ്വകാര്യ ബസ് മുതലാളിമാർക്ക് വൻതോതിൽ നമ്മുടെ വിദ്യാർത്ഥികളുടെ ബസ് കൺസെഷൻ വർദ്ധിപ്പിക്കാൻ, സാധാരണ ഇപ്പോ 5 രൂപയും 2 രൂപയും ഒക്കെ അവരുടെ ദൂരത്തിനനുസരിച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്ന് വൻ തുക ഈടാക്കുന്ന തരത്തിലേക്ക് സ്വകാര്യ ബസ് ഉടമകളും മാറും. ഇതൊരു വലിയ വിഷയമായി പിന്നീട് പരിവർത്തനപ്പെടും എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുക. അതുകൊണ്ട് തന്നെ ഈ KSRTCയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ഈ വർധനവ് കുത്തനെ കൂട്ടിയിട്ടുള്ള എനിക്കൊന്നു 10 രൂപയിൽ നിന്ന് 110 ഇരട്ടിയിലധികം വർധനവാണ്. അപ്പൊ ആ വർധനവ് ഉടനടി പിൻവലിക്കുക. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ സൗജന്യം പ്രഖ്യാപിക്കുന്നതോടുകൂടി സ്വകാര്യ ബസ് ഉടമകൾ സ്വാഭാവികമായും വിദ്യാർത്ഥികളുടെ പാസ്, അതോടൊപ്പം തന്നെ KSRTCയുടെ ഇത് കാരണം ഞങ്ങൾക്ക് നഷ്ടമുണ്ടാകുന്നു, അതുകൊണ്ട് വിദ്യാർത്ഥികളുടെ പാസ് വർദ്ധിപ്പിക്കണം എന്നുള്ള ആവശ്യമൊക്കെ ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിനെ സംബന്ധിച്ച് ഞങ്ങൾ ഇപ്പോൾ തന്നെ വ്യക്തമാക്കാം, ഒരു കാരണവശാലും വിദ്യാർത്ഥികളുടെ കഴുത്തിൽ ഇവരുടെ വാഗ്ദാനങ്ങളുടെ ബാധ്യത കെട്ടിവെക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് ആദ്യം തന്നെ സൂചിപ്പിക്കുകയാണ്. അതോടൊപ്പം ഈ രണ്ട് കാര്യങ്ങളെയും കുറിച്ചും സർക്കാരിന് ഒരു മുന്നറിയിപ്പ് നൽകുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ആ മുന്നറിയിപ്പാണിത്. അടിയന്തരമായത് പിൻവലിക്കണം എന്നുള്ളതാണ് ആവശ്യപ്പെടാനുള്ളത്.